കേരളപ്പിറവിയുടെ 60ാം വാർഷികം വിപുലമായി ആഘോഷിക്കാൻ സർക്കാർ. സംസ്ഥാനത്തിന്റെ സമഗ്രമായ മാറ്റം ലക്ഷ്യമിടുന്ന 4 പുതിയ പദ്ധതികൾ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വജ്രകേരളം പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനവും ഇന്ന് നിയമസഭാംഗണത്തിൽ നടക്കും. കേരളപ്പിറവിയുടെ 60ാം വാർഷികത്തോടനുബന്ധിച്ച് വജ്രകേരളം എന്ന പേരിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളാണ് സർക്കാർ സംഘടിപ്പിക്കുന്നത്. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിയമസഭാംഗണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. തുടർന്ന് കേരളത്തിന്റെ സമഗ്ര വികസനത്തിനായുള്ള 4 പദ്ധതികൾക്ക് തുടക്കമിടും. മാലിന്യ സംസ്കരണവും കൃഷി വികസനവും ലക്ഷ്യമിടുന്ന ഹരിത കേരളം പദ്ധതി, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങൾ ലഭ്യമാക്കാനുള്ള ആർദ്രം പദ്ധതി, ഉയർന്ന ജീവിത സൗകര്യവും ജീവനോപാധിയും ഉറപ്പാക്കുന്ന സമ്പൂർണ്ണ പാർപ്പിട പദ്ധതിയായ ലൈഫ്, കുട്ടികളുടെ കഴിവുകളെ അടിസ്ഥാനമാക്കി പഠനരീതി ഉടച്ചുവാർക്കുന്ന സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയായ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്നിവയാണ് സർക്കാരിന്റെ കേരളപ്പിറവി സമ്മാനങ്ങൾ. കേരളപ്പിറവിയോടനുബന്ധിച്ച് രാവിലെ 9-ന് തുടങ്ങുന്ന നിയമസഭയുടെ പ്രത്യേക സമ്മേളനം കക്ഷി നേതാക്കളുടെ പ്രസംഗത്തിന് ശേഷം പിരിയും. പിന്നീട് നിയമസഭാംഗണത്തിൽ നടക്കുന്ന സമ്മേളനത്തിൽ സംസ്ഥാന മന്ത്രിമാർ, മുൻ മുഖ്യമന്ത്രിമാർ, മുൻ സ്പീക്കർമാർ, രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, വിവിധ രംഗങ്ങളിലെ പ്രമുഖർ തുടങ്ങിയവർ പങ്കെടുക്കും. 60 വർഷത്തെ പ്രതിദാനം ചെയ്തുകൊണ്ട് 60 ചിരാതുകൾ അവിടെ തെളിയിക്കും. സദസ്സിൽ വന്നു ചേർന്നിട്ടുള്ള വിവിധ മേഖലകളിലുള്ള ഏറ്റവും പ്രഗത്ഭരായ വ്യക്തിത്വങ്ങളെ കൊണ്ടാണ് ഈ 60 ദീപങ്ങൾ തെളിയിക്കുന്നത്. തുടർന്ന് ഐക്യ കേരളപ്പിറവിയെ ഓർമ്മപ്പെടുത്തി സമകാലീന കേരളം വരെയുള്ള വളർച്ച അടയാളപ്പെടുത്തുന്ന സംഗീത ദൃശ്യവിരുന്നും അരങ്ങേറും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. നവകേരള സൃഷ്ടിക്കായി സ്വയം പുനരർപ്പണത്തിന് തയ്യാറാകാമെന്ന് മുഖ്യമന്ത്രി. കേരളപ്പിറവിയോടനുബന്ധിച്ച് മലയാളികൾക്ക് ആശംസ അറിയിച്ച് തയ്യാറാക്കിയ വീഡിയോ സന്ദേശത്തിലായിരുന്നു മുഖ്യമന്ത്രിയുടെ ആഹ്വാനം. സമഭാവനയുടെ, സൗഹാർദ്ദത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ അന്തരീക്ഷത്തിൽ സമഗ്രമായ കേരള വികസനം സാധ്യമാക്കാൻ മറ്റെന്തിലുമുപരി മനുഷ്യത്വം ഉയർത്തിപ്പിടിക്കുന്ന മലയാളികളുടെ സാംസ്കാരികമായ ഉത്കർഷം ശക്തിപ്പെടുത്താൻ കേരളപ്പിറവിയുടെ 60ാം വാർഷികത്തിൽ നമുക്ക് നമ്മെ തന്നെ സ്വയം പുനരർപ്പിക്കാം. ഭാഷയെയും സംസ്കാരത്തെയും പരിരക്ഷിച്ചുകൊണ്ട് ഇന്ത്യയുടെ വൈവിധ്യത്തിലെ ഏകത്വത്തെ നമുക്ക് ശക്തിപ്പെടുത്താം. എല്ലാവർക്കും എൻ്റെ കേരളപ്പിറവി ആശംസകൾ. ഗുരുവായൂർ ക്ഷേത്ര പ്രവേശനത്തിനായി നടത്തിയ സമര പോരാട്ടങ്ങൾക്ക് ഇന്ന് 85 വയസ്സ്. അവർണ്ണന നിഷേധിക്കപ്പെട്ട ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടിയുള്ള സത്യാഗ്രഹ സമരം തുടങ്ങിയത് 1931 നവംബർ 1-നാണ്. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ സത്യാഗ്രഹ സ്മാരകത്തിൽ ഇന്ന് സ്മരണ പുതുക്കും. വൈക്കം സത്യാഗ്രഹ വിജയാവേശം ഉൾക്കൊണ്ട 1931 മെയ്യിലാണ് ഗുരുവായൂരിൽ ക്ഷേത്രപ്രവേശനത്തിനായി സമരപരിപാടികൾ സജീവമാകുന്നത്. മന്നത്ത് പത്മനാഭൻ ചെയർമാനും കെ കേളപ്പൻ സെക്രട്ടറിയുമായി രൂപീകരിച്ച സമരസമിതിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രവർത്തനം. സത്യാഗ്രഹത്തിന് മുന്നോടിയായി 1931 ഒക്ടോബർ 21-ന് പയ്യന്നൂരിൽ നിന്ന് പ്രചരണ ജാഥ ഗുരുവായൂരിലേക്ക് പുറപ്പെട്ടു. AKG നയിച്ച ജാഥ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ഗുരുവായൂരിൽ എത്തിയതോടെ നവംബർ 1-ന് കെ കേളപ്പന്റെ നേതൃത്വത്തിൽ സത്യാഗ്രഹ സമരം ആരംഭിച്ചു. സമരം പൊളിക്കാനുള്ള ദേവസ്വം അധികൃതരുടെ തന്ത്രങ്ങൾ ക്ഷേത്രഭൂമിയിൽ ചോര വീഴ്ത്തി. ഒരു ഘട്ടത്തില് AKGക്ക് മർദ്ദനമേറ്റോടെ നടയിൽ വെച്ചിട്ട് ബോംബേറ് ആരോ ജനക്കൂട്ടത്തിലേക്ക് ബോംബെറിഞ്ഞ് AKGക്ക് നെറ്റിയിലെ എല്ലാം മുറിവേറ്റ് ബോധരഹിതനായി കിടന്നു. ക്ഷേത്ര ശ്രീകോവിലിന് മുന്നിൽ സ്ഥാപിച്ച മണിയടിച്ച പി കൃഷ്ണപിള്ളയ്ക്കും മർദ്ദനമേറ്റു. സത്യാഗ്രഹം നിരാഹാരത്തിന് വഴിമാറിയപ്പോൾ ഗാന്ധിജി ഇടപെടലിനെ തുടർന്ന് സമരം അവസാനിപ്പിച്ചു. 1934 ജനുവരിയിൽ ഗുരുവായൂരിൽ മഹാത്മാഗാന്ധി നേരിട്ടെത്തിയത് നാടിന് ആവേശമായി. 1936 ക്ഷേത്രപ്രവേശന വിളംബരമുണ്ടായിട്ടും മദ്രാസ് സർക്കാർ ബില്ല് പാസാക്കിയതിനു ശേഷമാണ് 1947 ജൂൺ 12-ന് ക്ഷേത്രം എല്ലാവർക്കുമായി തുറന്നുകൊടുത്തത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പുന്നപ്ര വയലാർ സമരവാർഷികത്തിന്റെ ഭാഗമായുള്ള ഫോട്ടോ വൈറലാകുന്നു. പുന്നപ്ര വയലാർ സമരസേനാനി പ്രഭാകരന്റെ മുദ്രാവാക്യം വിളിക്കുന്ന ഫോട്ടോയാണ് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുന്നത്. സർസിപിയുടെ ചോറ്റുപട്ടാളത്തോട് പൊരുതി രക്തസാക്ഷിത്വം വരിച്ച പോരാളികളെ ഓർത്ത് ഓരോ വയലാർ ദിനത്തിലും മുടങ്ങാതെ BV പ്രഭാകരൻ എന്ന 93-കാരൻ രക്തസാക്ഷി മണ്ഡപത്തിലെത്തും. തന്റെ സഖാക്കൾക്കൊപ്പം മുദ്രാവാക്യം വിളിച്ച പ്രഭാകരൻ മുഷ്ടിയുരുട്ടി വിങ്ങിപ്പൊട്ടുന്ന ദൃശ്യം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ ആ സമര പോരാളിയെ അന്വേഷിക്കുകയാണ് പുതിയ തലമുറ. വർഷങ്ങളായി ഇവിടെ എത്തുന്ന പ്രഭാകരനെ പിന്തുടർന്ന കൃഷ്ണപ്രകാശിന്റെ ക്യാമറയിലാണ് രക്തസാക്ഷികളോടുള്ള ആത്മബന്ധത്തിന്റെ വിവരിക്കാനാവാത്ത വൈകാരിക മാനമുള്ള ഈ ചിത്രം പതിഞ്ഞത്.
അദ്ദേഹം സ്മൃതി മണ്ഡപത്തിന് മുന്നിൽ വരികയും പുള്ളിക്കാരൻ കുറച്ച് പുഷ്പങ്ങളെടുത്ത് അർപ്പിച്ച് ഇൻക്ലാബ് സിന്ദാബാദ് എന്ന ഉച്ചത്തിൽ കരഞ്ഞുകൊണ്ട് ഉച്ചത്തിൽ വിളിച്ചപ്പോൾ അതിൻ്റെ ഒരു ഫീൽ എല്ലാം കൂടി ഒരുമിച്ച് കിട്ടിയ ഒരു സന്തോഷം എനിക്കുണ്ട്. തൻ്റെ 18ാം വയസ്സിലാണ് പ്രഭാകരൻ സഖാക്കൾക്കൊപ്പം സമരത്തിൽ പങ്കെടുത്തത്. ഓരോ വർഷവും തുലാം 10-ന് വീര്യം നഷ്ടപ്പെടാത്ത മനസ്സും തളർന്ന ശരീരവുമായി പരസഹായത്തോടെ ഈ 93-കാരൻ രക്തസാക്ഷി മണ്ഡപത്തിലെത്തും. അച്ഛൻ പുനഃപ്രവാല സമരത്തിൽ പങ്കെടുത്തപ്പോ ഓരോ ക്യാമ്പുകൾ ഉണ്ടായിരുന്നില്ലേ? അതിലെ അതിൽ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ അച്ഛൻ? ആരൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത്? എല്ലാരും മരിച്ചു പോയാ? മുടിയാച്ചിറ ശ്രീധരൻ. പ്രസ്ഥാനത്തോടുള്ള കറകളഞ്ഞ ആത്മബന്ധമാണ് ഇപ്പോഴും ഈ സമരഭൂമിയിൽ പ്രഭാകരനെ നയിക്കുന്നത്. പുന്നപ്പറയുടെയും വയലാറിൻ്റെയും കഥയും ചരിത്രവും കേട്ട ജനങ്ങൾക്ക് മുന്നിൽ വലിയൊരു കാലഘട്ടത്തിൻ്റെ ജീവിക്കുന്ന രക്തസാക്ഷിയാണ് ഈ 93-കാരൻ. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. കേരളപ്പിറവി ദിനത്തിലെത്തുന്ന സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് മുന്നിൽ ഇന്ത്യൻ ന്യൂസ് പേപ്പർ സൊസൈറ്റിയുടെയും കേരള ടെലിവിഷൻ ഫെഡറേഷന്റെയും തുറന്ന കത്ത്. അറിയാനുള്ള അവകാശത്തിന് നേരെ ഒരു കൂട്ടം അഭിഭാഷകർ നടത്തുന്ന അവകാശ നിഷേധത്തിനെതിരെയാണ് കത്ത്. ഹൈക്കോടതി ജന്മദിനം കൂടിയായ കേരളപ്പിറവിയുടെ 60ാം വാർഷികത്തിലാണ് സംസ്ഥാനത്തെത്തുന്ന സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് തുറന്ന കത്തെഴുതുന്നത്. നാടിന്റെ അറിയാനുള്ള അവകാശത്തിന് നേരെ നടക്കുന്ന കടുത്ത നിഷേധത്തിനെതിരെയാണ് ഇന്ത്യൻ ന്യൂസ് പേപ്പർ സൊസൈറ്റി കേരള ഘടകവും കേരള ടെലിവിഷൻ ഫെഡറേഷനും തുറന്ന കത്ത് സമർപ്പിക്കുന്നത്. ചീഫ് ജസ്റ്റിസിനെ സ്വാഗതം ചെയ്തുകൊണ്ട് തുടങ്ങുന്ന തുറന്ന കത്തിൽ ഒരു വിഭാഗം അഭിഭാഷകരുടെ ധാർഷ്ട്യത്തിൽ അപ്രഖ്യാപിതമായി തുടരുന്ന കോടതികളിലെ ഈ അടിയന്തരാവസ്ഥയെക്കുറിച്ച് തുറന്നുകാട്ടുന്നു. മാധ്യമവിലക്കിനെതിരെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് സമർപ്പിക്കുന്ന കത്തിൽ സംഭവങ്ങൾ ശരിയായി തന്നെ വിശദീകരിക്കുകയാണ്. കേരള ഹൈക്കോടതിയിലെ ഗവൺമെന്റ് പ്ലീഡർ പൊതുനിരത്തിൽ യുവതിയോട് അപമര്യാദയായി പെരുമാറിയെന്ന കേസ് റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്നുണ്ടായ സംഭവങ്ങളാണ് നീതിന്യായ നടപടിയുടെ സുതാര്യത നിലനിർത്തുന്നതിനുള്ള കൂട്ടായ പ്രവർത്തനത്തിന് കരിനിഴൽ വീഴ്ത്തിയിരിക്കുന്നത് എന്നും കത്തിൽ പറഞ്ഞു തുടങ്ങുന്നു. വിശദമായി കേരളത്തിൽ നടക്കുന്ന സംഭവ വികാസങ്ങളെ സംബന്ധിച്ച് തുറന്നവതരിപ്പിക്കുകയാണ് കത്ത്. ഗവർണർ പി സദാശിവവും മുഖ്യമന്ത്രി പിണറായി വിജയനും ആഗോള മാധ്യമ സംഘടനകളും സാമൂഹിക രാഷ്ട്രീയ നേതാക്കളും പൗരപ്രമുഖരും ഒക്കെ ഇടപെട്ടിട്ടും ഈ ഇരുളടഞ്ഞ അവസ്ഥ തുടരുകയാണ്. സ്വതന്ത്ര റിപ്പോർട്ടിങ്ങിന് മാധ്യമങ്ങൾക്ക് കോടതികളിൽ വിലക്കില്ലെന്ന് ഹൈക്കോടതി രജിസ്ട്രാർ ജനറലിന്റെ 2 പത്രക്കുറിപ്പുകൾക്ക് പുറമെ ചീഫ് ജസ്റ്റിസിന്റെ ഉറപ്പും കിട്ടിയ ശേഷം തൊട്ടുപിറ്റേന്ന് ചീഫ് ജസ്റ്റിസിന്റെ തന്നെ കോടതിയിൽ റിപ്പോർട്ടിങ്ങിനെത്തിയ മാധ്യമപ്രവർത്തകരെ അഭിഭാഷകർ ഭീഷണിപ്പെടുത്തി തിരിച്ചയച്ചതടക്കം കത്തിൽ പരാമർശിക്കുന്നു. വജ്ര ജൂബിലി വേളയിൽ ഇവിടെയെത്തിയ ചീഫ് ജസ്റ്റിസ് കേരളത്തിൽ നിന്ന് മടങ്ങും മുമ്പ് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നും അപേക്ഷിച്ചുകൊണ്ടാണ് കത്ത് നിർത്തുന്നത്. ന്യൂസ് ഡെസ്ക്, പീപ്പിൾ TV ന്യൂസ്. വാർത്തകളിലേക്ക്. ഭോപ്പാൽ ഏറ്റുമുട്ടൽ വ്യാജമെന്ന ആരോപണം ശക്തമാകുന്നു. സിമി ക്യാമ്പ് കേസിൽ പ്രതികൾക്ക് അനുകൂല വിധി ലഭിക്കുമെന്നറിഞ്ഞ് പോലീസ് സൃഷ്ടിച്ച നാടകമാണ് ഏറ്റുമുട്ടലെന്ന് പ്രതികളുടെ അഭിഭാഷകൻ. വിചാരണ അന്തിമഘട്ടത്തിലെത്തി നിൽക്കെ പ്രതികൾ ജയിൽ ചാടില്ലെന്നും അഭിഭാഷകർ. ഭോപ്പാൽ സെൻട്രൽ ജയിലിലെത്തി NIA സംഘം ഇന്ന് പ്രാഥമിക അന്വേഷണം നടത്തും. അതീവ സുരക്ഷയുള്ള ഭോപ്പാൽ സെൻട്രൽ ജയിലിലെ ഏറ്റവും ശക്തമായ സുരക്ഷയുള്ള B ബ്ലോക്കിൽ നിന്നാണ് പ്രതികൾ രക്ഷപ്പെട്ടത്. അതിനാൽ തന്നെ ജയിൽ ചാടലും പിന്നീടുണ്ടായ പോലീസ് ഏറ്റുമുട്ടൽ സംബന്ധിച്ചും സംശയം ബലപ്പെടുകയാണ്. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരുടെ കണ്ണുവെട്ടിച്ചും CCTV ദൃശ്യങ്ങളിൽ പതിയാതെയും 8 സിമി പ്രവർത്തകർക്കും എങ്ങനെ ജയിൽ ചാടാനാകുമെന്ന ചോദ്യത്തിന് മധ്യപ്രദേശ് പോലീസിനും കൃത്യമായ മറുപടിയില്ല. 8 പ്രതികളെയും ഒരുമിച്ച് സമീപത്തെ ഗ്രാമത്തിൽ കണ്ടെത്തിയതിലും പ്രതിപക്ഷ പാർട്ടികളും സംശയം ചൂണ്ടിക്കാട്ടുന്നു. ഷൂസും ജീൻസും ഉൾപ്പെടെ പൂർണ്ണ വസ്ത്രധാരികളായിരുന്നു 8 പ്രതികളെയും കണ്ടെത്തിയത്. പോലീസിന് നേർക്ക് പ്രതികൾ വെടിയുതിർത്തതിനെ തുടർന്ന് കൊലപ്പെടുത്തിയെന്നാണ് IG യോഗേഷ് ചൗധരി പറഞ്ഞത്. ഇത് പോലീസ് സൃഷ്ടിച്ച നാടകമെന്നാണ് പ്രതികളുടെ അഭിഭാഷകൻ ആരോപിക്കുന്നത്. സിമി ക്യാമ്പ് കേസിൽ വിചാരണ അന്തിമഘട്ടത്തിൽ എത്തി നിൽക്കെ പ്രതികൾ ജയിൽ ചാടില്ലെന്ന് അഭിഭാഷകൻ അവകാശപ്പെട്ടു. കേസിൽ പ്രതികൾക്കെതിരെ കൃത്യമായ തെളിവ് കണ്ടെത്താൻ പോലീസിന് കഴിയാത്തതിനാൽ പ്രതികൾക്ക് അനുകൂല വിധി ലഭിക്കുമെന്ന് വ്യക്തമായിരുന്നു. ഈ സാഹചര്യത്തിൽ പോലീസ് സൃഷ്ടിച്ച വ്യാജ ഏറ്റുമുട്ടലാണിതെന്ന് അഭിഭാഷകൻ തഹവൂർ ഖാൻ ചൂണ്ടിക്കാട്ടി. സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്ന് പ്രതിപക്ഷ പാർട്ടികൾ ആവശ്യപ്പെട്ടിരുന്നു. ഭോപ്പാൽ സെൻട്രൽ ജയിലിലെത്തുന്ന NIA സംഘം ഇന്ന് പ്രാഥമിക അന്വേഷണം തുടങ്ങും. ന്യൂസ് ബ്യൂറോ, ദില്ലി. 57 തസ്തികകളിലേക്ക് വിജ്ഞാപനം പുറപ്പെടുവിപ്പിക്കാൻ PSC യോഗ തീരുമാനം. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്
പരീക്ഷയിലെ ആക്ഷേപം ചർച്ച ചെയ്ത് പരിഹരിക്കാനും കമ്മീഷൻ തീരുമാനിച്ചു. കൂടാതെ മികച്ച കായിക താരങ്ങൾക്ക് വെയിറ്റേജ് മാർക്ക് നൽകുന്നത് കമ്മീഷൻ വിശദമായി പരിശോധിക്കും. PSC ചെയർമാൻ അഡ്വക്കേറ്റ് MK സക്കീർ ചുമതലയേറ്റ ശേഷമുള്ള ആദ്യ കമ്മീഷൻ യോഗത്തിലാണ് 57 തസ്തികകളിലേക്ക് വിജ്ഞാപനം പുറപ്പെടുവിക്കാൻ തീരുമാനിച്ചത്. മെഡിക്കൽ എഡ്യൂക്കേഷൻ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ പാത്തോളജി, എക്സൈസ് ഓഫീസർ ട്രെയിനി, നീതിന്യായ വകുപ്പിൽ പ്രോസസ് സെർവർ ഓഫീസർ, വനം വകുപ്പിൽ റിസർച്ച് വാച്ചർ, ഡിപ്പോ വാച്ചർ, റവന്യൂ വകുപ്പിൽ ഭിന്നശേഷിക്കാർക്കുള്ള പ്രത്യേക LD ക്ലാർക്ക് തസ്തികകളിലേക്കാണ് വിജ്ഞാപനം. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് തസ്തികയിലേക്ക് കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്നും എഴുതിയറിയിച്ച 20 ഒഴിവുകളിലേക്ക് അഡ്വൈസ് നൽകിയെങ്കിലും സർവകലാശാല ആക്ഷേപങ്ങൾ ഉന്നയിച്ചു. ഇതിൽ യൂണിവേഴ്സിറ്റി അധികാരികൾ, PSC അഭിഭാഷകർ എന്നിവരുമായി ചർച്ച ചെയ്ത് പരിഹരിക്കാനും കമ്മീഷൻ യോഗം തീരുമാനിച്ചു. മികച്ച കായിക താരങ്ങൾക്ക് ക്ലാസ് 3, 4 തസ്തികകൾക്ക് മത്സരയിനം തിരിച്ച് വെയിറ്റേജ് മാർക്ക് നൽകുന്നത് വിശദമായി പരിശോധിക്കാനും കമ്മീഷൻ തീരുമാനിച്ചു. കൂടാതെ PSC ആസ്ഥാന ഓഫീസിൽ എത്തുന്ന ഉദ്യോഗാർത്ഥികളുടെ രക്ഷിതാക്കളും കുഞ്ഞുങ്ങളുമായി എത്തുന്നവർക്ക് വിശ്രമമുറികൾ നിർമ്മിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാനും PSC യോഗം തീരുമാനിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കാഷ്യൂ കോർപ്പറേഷൻ തോട്ടണ്ടി വാങ്ങിയതിൽ അഴിമതി നടന്നുവെന്ന VD സതീശന്റെ ആരോപണത്തെ തള്ളി ഉമ്മൻചാണ്ടി പ്രസിഡന്റായ കേരള കശുവണ്ടി തൊഴിലാളി കോൺഗ്രസ് രംഗത്ത്. കൂടിയ വിലയ്ക്ക് തോട്ടയണ്ടി വാങ്ങിയത് തൊഴിൽ നൽകാനാണെങ്കിൽ അതിനോട് യോജിക്കുന്നുവെന്നും തുറന്ന ഫാക്ടറി വീണ്ടും പൂട്ടിക്കാനുള്ള ഗൂഢാലോചന സജീവമാകുകയാണെന്നും ഇതിന്റെ ഭാഗമാണ് ആരോപണങ്ങളെന്നും ജനറൽ സെക്രട്ടറി എഴുകോൺ സത്യശീലൻ പീപ്പിൾ TVയോട് പറഞ്ഞു. കാഷ്യൂ കോർപ്പറേഷൻ തോട്ടണ്ടി വാങ്ങിയതിൽ അഴിമതി നടന്നുവെന്ന അഭിപ്രായം തനിക്കില്ലെന്ന് കേരള കശുവണ്ടി തൊഴിലാളി കോൺഗ്രസ് INUC ജനറൽ സെക്രട്ടറി എഴുകോൺ സത്യശീലൻ VD സതീശന്റെ ആരോപണത്തെ തള്ളി രംഗത്തെത്തി. കൂടിയ വിലയ്ക്ക് തോട്ടണ്ടി വാങ്ങിയത് എന്തിനെന്ന് സർക്കാർ പരിശോധിക്കട്ടെ. എന്നാൽ പൂട്ടിക്കിടന്ന ഫാക്ടറി തുറക്കാനും തൊഴിലാളികൾക്ക് തൊഴിൽ കൊടുക്കാനുള്ള ബാധ്യത സർക്കാരിനുണ്ടെന്നും നഷ്ടം വന്നാലും അത് കണക്കിലെടുക്കാതെ ഫാക്ടറി തുടർന്നും പ്രവർത്തിപ്പിക്കണമെന്നും എഴുകോൺ സത്യശീലൻ ആവശ്യപ്പെട്ടു. അല്ല, അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ജോലി തൊഴിലാളിക്ക് കൊടുക്കാനുള്ള അടിയന്തരമായ നീക്കം ഏതറ്റം വരെ പോയും തൊഴിലാളിയുടെ തൊഴിൽ സംരക്ഷിക്കാനുള്ള നടപടി ഗവൺമെൻറ് സ്വീകരിക്കണം, മാനേജ്മെൻറ്റ് സ്വീകരിക്കണം. തെറ്റിദ്ധാരണകൾ പടർത്തി കോർപ്പറേഷന്റെ ഫാക്ടറികൾ പൂട്ടിക്കാൻ സ്വകാര്യ കശുവണ്ടി ഫാക്ടറി ഉടമകൾ ശ്രമിക്കുന്നുണ്ടെന്നും അവരോടൊപ്പം ചേർന്ന് ആരോപണം ഉന്നയിച്ച് ആര് രംഗത്ത് വന്നാലും അതിനെതിരെ കോർപ്പറേഷൻ മാനേജ്മെന്റ് ജാഗ്രത പാലിക്കണമെന്നും സത്യശീലൻ പറഞ്ഞു. വില വർധനവ് വന്നാൽ ജോലി നടത്തുമ്പോഴുണ്ടാകുന്ന ആ നഷ്ടത്തിലേക്ക് പോകേണ്ടി വന്നാലും തൊഴിലാളികളുടെ ജോലി കൊടുക്കാനുള്ള അടിയന്തരമായ ഇടപെടലും നടപടികളും ഗവൺമെൻറ്റിൽ നിന്ന് നൽകി സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് ഈ മേഖലയ്ക്ക് നൽകാൻ അധികാരത്തിലിരിക്കുന്ന ഗവൺമെൻറ് തയ്യാറാവും. അതേസമയം പൂട്ടിയിട്ടിരിക്കുന്ന സ്വകാര്യ കശുവണ്ടി ഫാക്ടറികൾ തുറപ്പിക്കാനുള്ള നടപടി സർക്കാർ സ്വീകരിച്ചില്ലെന്ന് സത്യശീലൻ ആരോപിച്ചു. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം. വയനാട്ടിൽ നിയമവിരുദ്ധമായി അടച്ചുപൂട്ടിയ ചേംബ്ര എസ്റ്റേറ്റിൽ തൊഴിലാളികൾ സത്യാഗ്രഹ സമരം ആരംഭിച്ചു. 320 തൊഴിലാളികളുടെ ജീവിതം പ്രതിസന്ധിയിലാക്കി കഴിഞ്ഞ ഒക്ടോബർ 24-നാണ് തേയിലത്തോട്ടം മാനേജ്മെന്റ് അടച്ചുപൂട്ടിയത്. വിഷയത്തിൽ തീരുമാനമായില്ലെങ്കിൽ ഭൂമി കയ്യേറാനും കുടിൽ കെട്ടാനുമാണ് തൊഴിലാളികളുടെ തീരുമാനം. നടപടിക്രമങ്ങൾ പാലിക്കാതെയും തൊഴിലാളികളെ പോലും അറിയിക്കാതെയുമാണ് മാനേജ്മെന്റ് ചേംബ്രയിലെ ഫാത്തിമ ഫാംസ് അടച്ചുപൂട്ടിയത്. ഇതിനു മുൻപ് തൊഴിലാളികളോട് സ്വയം പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടിരുന്നു. മാനേജ്മെന്റ് നടപടി തൊഴിലാളികളെ പ്രതിസന്ധിയിലാക്കിയതോടെ തൊഴിലാളി സംഘടനകൾ യോജിച്ച സമരങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായാണ് സത്യാഗ്രഹ സമരം. ഇപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചതെന്ന് പറഞ്ഞാൽ ഒരാഴ്ച സത്യാഗ്രഹ സമരം എന്നുള്ള നിലയ്ക്കാണ് പോകുന്നത്. അതിനുശേഷം എസ്റ്റേറ്റിൽ കുടിൽ കെട്ടി താമസിക്കുവാനുള്ള ഒരു തീരുമാനമാണ് ഐക്യ ട്രേഡ് യൂണിയൻ എന്നുള്ള നിലയ്ക്ക് എല്ലാവരും കൂടി എടുത്തിട്ടുള്ളത്. തോട്ടത്തിലെ ജോലി കൊണ്ട് മാത്രം ഉപജീവനം കഴിച്ചുകൂട്ടുന്ന സ്ത്രീ തൊഴിലാളികളും അവരുടെ കുടുംബങ്ങളുമെല്ലാം പട്ടിണിയിലേക്ക് നീങ്ങുകയാണ്. ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനമുള്ളൂ ഞങ്ങൾക്ക് എല്ലാവർക്കും. ഞങ്ങൾക്കിത് തോട്ടം ലോക്കൗട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ കാര്യം പട്ടിണിയിൽ തന്നെയാണ്. നൂറുകണക്കിന് തൊഴിലാളികളുള്ള തോട്ടം ഏകപക്ഷീയമായി അടച്ചുപൂട്ടിയത് സംബന്ധിച്ച് ലേബർ ഓഫീസർ വിളിച്ചു ചേർത്ത യോഗത്തിൽ മാനേജ്മെന്റ് പ്രതിനിധികൾ പങ്കെടുത്തിരുന്നില്ല. മുസ്ലിം ലീഗ് നേതാവും രാജ്യസഭാംഗവുമായ അബ്ദുൽ വഹാബ് MP-ക്ക് ഉടമസ്ഥാവകാശമുള്ള തോട്ടമാണിത്. വിഷയത്തിൽ സർക്കാർ ഉടൻ ഇടപെടുമെന്നാണ് തൊഴിലാളികളുടെ പ്രതീക്ഷ. ന്യൂസ് ബ്യൂറോ, വയനാട്. തൊഴിലാളികളെ വർഗീയമായി ഭിന്നിപ്പിക്കാൻ ശ്രമം നടക്കുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. തൊഴിലാളി ഐക്യം തകർക്കാനാണ് സംഘപരിവാർ ശ്രമമെന്നും പിണറായി പറഞ്ഞു. പാലക്കാട് CITU സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള സമാപന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പാലക്കാട് കോട്ടമൈതാനിയിലെ ബാലാനന്ദൻ നഗറിൽ നടന്ന കൂറ്റൻ തൊഴിലാളി റാലിയോടെയാണ് CITU 13ാം സംസ്ഥാന സമ്മേളനത്തിന് കൊടിയിറങ്ങിയത്.
CATU കേന്ദ്ര സംസ്ഥാന ഭാരവാഹികളും പ്രതിനിധികളും പ്രകടനമായി പൊതുസമ്മേളന വേദിയിലെത്തി. തുടർന്ന് നടന്ന പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്ത് തൊഴിലാളികളെ ഭിന്നിപ്പിക്കാൻ ശ്രമം നടക്കുന്നതായി പിണറായി പറഞ്ഞു. ഏകീകൃത സിവിൽ കോഡ് സംഘപരിവാർ താൽപര്യത്തിനനുസരിച്ച് നടപ്പാക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്നും പിണറായി പറഞ്ഞു. ജനങ്ങളെ ഭിന്നിപ്പിക്കുക, തൊഴിലാളികളെ തന്നെ ഭിന്നിപ്പിച്ച് വിവിധ കമ്പാർട്ട്മെന്റുകളിലാക്കുക, ഇതിനെല്ലാമുള്ള ശ്രമങ്ങൾ വലിയ തോതിലാണ് അഖിലേന്ത്യാ തലത്തിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് വർഗീയമായ ചേരിതിരിവ് സൃഷ്ടിക്കാൻ നോക്കുന്നു, മറ്റൊരു ഭാഗത്ത് പ്രദേശങ്ങൾ തമ്മിലടിപ്പിക്കാൻ നോക്കുന്നു. തൊഴിലാളി സംഘടന കരാർ പണി എടുക്കേണ്ടതില്ലെന്ന് ഓർമ്മിപ്പിച്ച മുഖ്യമന്ത്രി സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികൾക്ക് തൊഴിലാളികളുടെ പിന്തുണയും അഭ്യർത്ഥിച്ചു. CATU അഖിലേന്ത്യാ ഭാരവാഹികളായ തപൻസൻ, AK പത്മനാഭൻ, സംസ്ഥാന ഭാരവാഹികളായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട എളമരം കരീം, ആനത്തലവട്ടം ആനന്ദൻ, ട്രഷറർ P നന്ദകുമാർ, തെലുങ്കാന സെക്രട്ടറി M സായിബാബു എന്നിവരും സംസാരിച്ചു. റാലിയിൽ പങ്കെടുക്കാനെത്തിയ തൊഴിലാളികൾക്ക് INTUC പ്രവർത്തകർ കുടിവെള്ളം വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ആർത്തവകാലങ്ങളിൽ പെൺകുട്ടികളെ മാറ്റി നിർത്തേണ്ട ആവശ്യമുണ്ടോ? ആർത്തവകാലത്തെക്കുറിച്ച് സ്കൂളുകളിൽ ബോധവൽക്കരണവുമായി ഒരു സംഘം ആൺകുട്ടികൾ. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികളുടെ സഹായത്തോടെയാണ് ഒരു സംഘം നിയമ വിദ്യാർത്ഥികൾ റെഡ് സൈക്കിൾ എന്ന പേരിൽ സ്കൂളുകളിൽ ബോധവൽക്കരണം നടത്തുന്നത്. ആർത്തവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മറച്ചുവെക്കേണ്ടതാണോ? അറപ്പോടെയും വെറുപ്പോടെയും ആണോ ആ ദിവസങ്ങളെ കാണേണ്ടത്? ഒരു പെൺകുട്ടി ഇവയെല്ലാം എങ്ങനെ ഒരു ആൺകുട്ടിയോട് പങ്കുവയ്ക്കും? ആർത്തവത്തെക്കുറിച്ചും അതിന്റെ ആരോഗ്യ ശുചിത്വ പ്രാധാന്യത്തെക്കുറിച്ചും സ്കൂളിലെ കുട്ടികൾക്ക് ബോധവൽക്കരണം നടത്തുകയാണ് ഒരു സംഘം ആൺകുട്ടികൾ. മൈസൂരിലെ നിയമവിദ്യാർത്ഥിയായ അർജുന്റെ നേതൃത്വത്തിലാണ് റെഡ് സൈക്കിൾ എന്ന പേരിലുള്ള ഈ ബോധവൽക്കരണം. ഇവർക്ക് സഹായവുമായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഒരു സംഘം വിദ്യാർത്ഥികളും ഉണ്ട്. പദ്ധതിയുടെ ആദ്യപടിയെന്നോണം ദേവഗിരി CMI പബ്ലിക് സ്കൂളിലെ 10-11 ക്ലാസുകളിലെ കുട്ടികൾക്കാണ് ക്ലാസ് എടുത്തത്. ഓരോരോ വിശ്വാസങ്ങൾ, അപ്പം അതിനെല്ലാം കുറിച്ച് കുട്ടികൾക്ക് ഒരു അവയർനെസ് നടത്തണം എന്ന് തോന്നുന്നു. പിന്നെ ഞങ്ങൾ ഓൺലൈൻ വഴി ക്യാമ്പയിൻ നടത്തുന്നു. അപ്പം ഓൺലൈൻ വഴി മാത്രം ഒതുങ്ങി നിൽക്കാതെ ഇപ്പം പുറത്തേക്ക് വന്നിട്ട് ഇപ്പം സ്കൂളുകളിൽ സെഷൻ എടുക്കുന്നു. അപ്പോൾ ദേവഗിരി മാത്രമാണ് ഞങ്ങൾക്ക് ഒരു അവസരം തന്നതെങ്കിലും അവിടെയെങ്കിലും ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ കഴിയുന്നു. ആർത്തവകാലത്തെ ആരോഗ്യം, ശുചിത്വം, സാമൂഹികാവസ്ഥ എന്നിവയായിരുന്നു വിഷയങ്ങൾ. ആർത്തവം എന്നത് ശാരീരിക അവസ്ഥ മാത്രമാണ്. ഒളിച്ചുവെക്കേണ്ടതോ അമിത പ്രാധാന്യം നൽകേണ്ടതോ അല്ല. ആർത്തവത്തിന്റെ പേരിലുള്ള മാറ്റി നിർത്തലും ഭ്രഷ്ടും മാറണം. ഇതാണ് ഈ ബോധവൽക്കരണത്തിലൂടെ ഇവർ ഉദ്ദേശിക്കുന്നത്. ഓൺലൈൻ വഴിയും റെഡ് സൈക്കിൾ എന്ന പദ്ധതി സജീവമാണ്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പഴയ റേഷൻ കാർഡിലുള്ള അപാകതകൾ പരിഹരിച്ച് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് പുതിയ റേഷൻ കാർഡുകൾ കൊണ്ടുവരുന്നത്. ഇതിന്റെ ഭാഗമായി തെറ്റു തിരുത്തുന്നതിനുള്ള സമയവും സർക്കാർ നീട്ടി. എന്നാൽ അനർഹരും ലിസ്റ്റിൽ കടന്നുകൂടുന്നുണ്ട് എന്നതിന്റെ ഉദാഹരണമാണ് കൊല്ലം സ്വദേശിനി 74-കാരി നബീസ ബീവി ഉൾപ്പെട്ട 9-അംഗ കുടുംബം. കൊല്ലം പെരുമ്പുഴ പുനുക്കുന്നൂർ തടത്തിൽ വീട്ടിലെ വൃദ്ധയായ ഉമ്മയും ഭിന്നശേഷിക്കാരായ മക്കളും ഉൾപ്പെട്ട കുടുംബത്തിന് ജീവൻ നിലനിർത്താൻ റേഷനരി വേണം. നബീസയും ഭിന്നശേഷിയുള്ള മകളും വൃക്കരോഗമുള്ള മകനും എഴുന്നേറ്റ് നിൽക്കാൻ പോലും ശേഷിയില്ലാത്ത മറ്റൊരു മകനുമൊക്കെയായി 74 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള 9 പേർ പലപ്പോഴും ഒരു നേരമെങ്കിലും പട്ടിണിയിലാണ്. നല്ല ചില മനുഷ്യരുടെ സഹായം കൊണ്ടാണ് ഇവർ ജീവിച്ചിരിക്കുന്നത്. ബാക്കി നബീസയും മക്കളും പറയുമ്പോൾ വ്യക്തമാകും. ഇപ്പം ചെന്നപ്പോൾ ഇല്ല, ലിസ്റ്റിനകത്ത് നോക്കിയപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളില്ല, എൻ്റെ പേരില്ല. ഞങ്ങൾ 9 പേരുണ്ട്. കഴിയുന്നതിന് മാർഗമില്ല. ഇങ്ങനെ കിട്ടിയെങ്കിലേ, ഈ കാർട്ട് കിട്ടിയെങ്കിലേ ഞങ്ങൾ ജീവിക്കാൻ വെക്കും, ഇല്ലെങ്കിൽ ഞങ്ങൾ പട്ടിണിയാണ്. കാർട്ട് കിട്ടിയില്ല, പിന്നെ എല്ലാവരും പശുനിയാണ്. പിന്നെ കാർട്ട് ഉള്ള റേഷൻകാര് കിട്ടുന്നില്ല. 5-6 മാസം ആശുപത്രി കിടന്നു ചികിത്സയുടെ അസുഖത്തിന്. BPLന്റെ താഴെയുള്ള വിഭാഗത്തിൽ ഉൾപ്പെടാൻ അർഹതയുള്ള കുടുംബമാണ് ആരുടെയോ അശ്രദ്ധ കൊണ്ട് റേഷൻ ഗുണഭോക്താവ് പോലും അല്ലാതായത്. 1.5 കോടി ജനങ്ങൾക്ക് റേഷൻ നിഷേധിക്കാനാണ് കേന്ദ്രം സംസ്ഥാനത്തിനുമേൽ സമ്മർദ്ദം ചെലുത്തി വരുന്നത്. ഇത് അംഗീകരിക്കാതെ സർക്കാർ മുന്നോട്ടു പോകുമ്പോഴും പ്രതിമാസം കുറഞ്ഞത് 15,000 രൂപ മാസവരുമാനമുള്ളവരും BPL കാർഡ് ഉപയോഗിച്ച് റേഷനരി വാങ്ങി വീട്ടിലെ കന്നുകാലികൾക്ക് കൊടുക്കുന്ന സംഭവവും നടക്കുന്നു. ശരിക്കും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണ് നബീസ ബീവിയും കുടുംബവും. അതേസമയം BPL ലിസ്റ്റിൽ നിന്ന് പോലും ഇവർ താഴെപ്പെട്ടു. ചുമ്മാതല്ല കൊല്ലം ജില്ലയിൽ നിന്ന് ഏറ്റവും കൂടുതൽ പരാതി ഉണ്ടായത്. ഇവരിതുവരെ പരാതിപ്പെട്ടിട്ടില്ലെന്നുള്ളത് മറ്റൊരു വാസ്തവം.
കൊല്ലത്ത് നിന്ന് ക്യാമറമാൻ പ്രമോദ് പന്നിയോടിനൊപ്പം രാജ്കുമാർ. പോലീസ് സ്റ്റേഷനിൽ വെച്ച് മർദ്ദനമേറ്റതിന് പുറമെ പരാതി നൽകാനെത്തിയവർക്കെതിരെ കേസും. ബസ് ജീവനക്കാരുമായുണ്ടായ തർക്കത്തെ തുടർന്ന് പരാതി നൽകാൻ കഴിഞ്ഞ ദിവസം ചേവായൂർ പോലീസ് സ്റ്റേഷനിലെത്തിയവർക്ക് മർദ്ദനമേറ്റിരുന്നു. ഇവർക്കെതിരെ പോലീസ് 2 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സ്വകാര്യ ബസ് കണ്ടക്ടറുമായി ചില്ലറയെ ചൊല്ലിയുണ്ടായ തർക്കത്തെ തുടർന്ന് പരാതി നൽകാനെത്തിയ സ്ത്രീക്കും മകനും സുഹൃത്തുക്കൾക്കും കഴിഞ്ഞ ദിവസമാണ് ചേവായൂർ പോലീസ് സ്റ്റേഷനിൽ വെച്ച് മർദ്ദനമേറ്റത്. പരിക്കുകളോട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്ന പ്രിന്റു, മനുപ്രസാദ്, അൽഫാസ് എന്നിവരെ ഇന്ന് രാവിലെ ആശുപത്രിയിലെത്തി ഡിസ്ചാർജ് ചെയ്ത ശേഷമാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ചില്ലറയില്ലാത്ത സ്ത്രീയോട് അപമര്യാദയായി പെരുമാറിയ ബസ് തടഞ്ഞു നിർത്തിയതിനെതിരെ ബസ് ജീവനക്കാർ നൽകിയ പരാതിയിലാണ് ഒരു കേസ്. പോലീസ് സ്റ്റേഷനിൽ അതിക്രമം നടത്തിയെന്ന പേരിൽ മറ്റൊരു കേസും ഇവർക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പുഷ്പ എന്ന് പറയുന്ന സ്ത്രീ അവരുടെ മകനെ അടിക്കുന്നത് കണ്ട് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയും ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും ഇന്ന് അവരെ വീണ്ടും ആശുപത്രിയിലേക്ക് അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അവസ്ഥ ഈ പോലീസ് സ്റ്റേഷനകത്ത് മാത്രം നിലനിൽക്കുന്ന അവസ്ഥയാണ്. ഷാജാൻ എന്ന് പറയുന്ന ഈ SI നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സർക്കാരിനെതിരായിക്കൊണ്ട് സർക്കാർ നടത്തുന്ന നല്ല പ്രവർത്തനങ്ങളെ ഇകഴ്ത്തി കാണിക്കാൻ ഉതകുന്ന തരത്തിലുള്ള പ്രവർത്തനമാണ് SI നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അപമര്യാദയായി പെരുമാറിയ ബസ് ജീവനക്കാരനെതിരെ NGO ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന പുഷ്പ നൽകിയ പരാതിയിൽ കേസെടുക്കാൻ പോലീസ് ഇതുവരെ തയ്യാറായിട്ടില്ല. പോലീസ് സ്റ്റേഷനിൽ അതിക്രമം കാണിച്ചെന്ന കേസിൽ കോടതിയിൽ ഹാജരാക്കിയ 3 പേരെയും റിമാൻഡ് ചെയ്തു. പോലീസ് കള്ളക്കേസെടുക്കുകയാണെന്നും മർദ്ദിച്ച പോലീസുകാർക്കെതിരെ നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെട്ട് ഇവരുടെ ബന്ധുക്കൾ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയെങ്കിലും പരാതി സ്വീകരിക്കാൻ പോലും തയ്യാറായില്ല. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.